ഹലോ, വെൽക്കം ടു ലീഗൽ ബ്രീഫ്. ഇനി അടുത്ത ടോപ്പിക്കാണ് അപ്പിയറൻസ് ആൻഡ് നോൺ അപ്പിയറൻസ്. ഓർഡർ 9 ഇതിനെക്കുറിച്ച് പറയണത്. അപ്പിയറൻസ് എന്ന് വെച്ചാൽ എന്താണ്? കോടതിയിൽ പ്രസന്റ് ആവുക. നോൺ അപ്പിയറൻസ് എന്ന് വെച്ചാൽ കോടതിയിൽ ആബ്സെന്റ് ആവുക. അതിനെക്കുറിച്ചിട്ടാണ് പറയണത്. അതായത് ഒരു ഡിഫൻഡന്റിന്റെ ഡ്യൂട്ടിയാണ് കോടതിയുടെ മുമ്പിൽ സമൻസിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിന് ടൈമിന് എത്തുക എന്നുള്ളത്. അത് കഴിഞ്ഞെത്താനായിട്ട് പാടില്ല. അത് എന്താണ്, അങ്ങനെ എത്തണമെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള റീസൺ വേണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. എന്താണ്, സമൻസിലുള്ള ഡേറ്റിലും ടൈമിലും എന്ത് ചെയ്തിരിക്കണം? കോടതിയുടെ മുമ്പാകെ എന്താണ് ഡിഫൻഡന്റ് അപ്പിയർ ആവണം എന്നുള്ളത് ഡിഫൻഡന്റിന്റെ ഡ്യൂട്ടിയാണ്. പക്ഷെ ഡിഫൻഡന്റിന് വേണമെങ്കിൽ പേഴ്സണലി എന്ത് ചെയ്യണ്ട, കോടതിയുടെ മുമ്പിൽ ഹാജരായില്ല എന്നുണ്ടെങ്കിലും ഡിഫൻഡന്റിന് നേതൃത്വം നൽകിക്കൊണ്ട് ലോയറോ അല്ലെങ്കിൽ എന്താണ് അയാളുടെ എന്താണ് ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ്സിനോ എന്ത് ചെയ്താൽ മതി, ഹാജരായാൽ മതി. അയാൾക്ക് തന്നെ ഡയറക്റ്റ്ലി എന്ത് ചെയ്യണം, ഹാജരാവണം എന്നുള്ളത് ഇല്ല. സമൻസിൽ പറഞ്ഞിരിക്കുന്ന ടൈമിൽ അയാളുടെ ലോയറോ, അയാൾക്കിപ്പോൾ സൗകര്യം ഇല്ലെങ്കിൽ അയാളുടെ ലോയറോ അല്ലെങ്കിൽ അയാളുടെ റെപ്രസെന്റേറ്റീവ്സിനെ വന്ന് എന്ത് ചെയ്യാം, അയാൾക്ക് പകരമായിട്ട് ഹാജരാവാം. പക്ഷെ എന്നാണോ ഡിഫൻഡന്റ് പ്ലെയിൻറ്റിഫും ഒരേ സമയത്ത്, അതായത് ഏത് സമയത്താണ് വരുന്നത്, കോടതിയുടെ മുമ്പിൽ ഹാജരാവുന്നത്, അന്നേ ഫസ്റ്റ് ഹിയറിംഗ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതായത് അന്നാണ് ഹിയറിംഗ് എന്ന് പറയുന്ന സാധനം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അത് ഓർഡർ 9 റൂൾ 3 പറയുന്നുണ്ട്. ഇനി ഈ സ്യൂട്ട് ഏതൊക്കെ കാരണത്താൽ ഡിസ്മിസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിഫൻഡന്റിന്റെ റെസിഡൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് സമൻസ് കൊടുക്കാനായിട്ട് ഡിഫൻഡന്റിന്റെ റെസിഡൻസ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ സ്യൂട്ട് എന്ത് ഡിസ്മിസ് ചെയ്യും. അതുപോലെ തന്നെ ഡിഫൻഡന്റ് ഈ എന്താണ് ഈ പ്രോസസ്സ് എന്ത് ചെയ്യില്ല, അവോയ്ഡ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിലും, അതായത് നമുക്ക് സമൻസ് കിട്ടുന്നതിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക എന്നുണ്ടെങ്കിലും ഈ സ്യൂട്ട് എന്ത് ചെയ്യും, ഡിസ്മിസ് ചെയ്യും. പിന്നെ എന്തെങ്കിലും ഈ ടൈം നീണ്ടു പോകുന്ന എന്തെങ്കിലും സഫീഷ്യന്റ് കാരണത്താൽ ഈ ടൈം നീണ്ടു പോകുന്നു എന്നുണ്ടെങ്കിലും ഈ സ്യൂട്ട് ഡിസ്മിസ് ചെയ്യും. അത് ഓർഡർ 9 റൂൾ 12 ഇത് പറയണത്. പിന്നെ പേഴ്സണൽ അപ്പിയറൻസിൽ നിന്നും എക്സംപ്റ്റ് ചെയ്ത കുറെ ആൾക്കാരുണ്ട്. അതായത് അയാൾ ഡയറക്റ്റ്ലി എന്ത് ചെയ്യണ്ട, കോടതി മുമ്പാകെ ഹാജരാവേണ്ട. വുമൺ സെക്ഷൻ 132 വുമൺ എന്താണ് പേഴ്സണലി ഹാജരാവേണ്ട എന്ന് പറയണം. പിന്നെ സെക്ഷൻ 133 കുറെ ആൾക്കാരെ പറയുന്നുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റ്, പിന്നെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ്, പിന്നെ എന്താണ് സ്പീക്കർ, പിന്നെ മിനിസ്റ്റർ ഓഫ് ദ യൂണിയൻ, പിന്നെ സുപ്രീം കോടതി ജഡ്ജ്, ഹൈക്കോടതി ജഡ്ജ്, പിന്നെ ഗവർണർ, പിന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സ്പീക്കർ, പിന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ ചെയർമാന്, പിന്നെ എന്താണ് സ്റ്റേറ്റിന്റെ മിനിസ്റ്റർ, പിന്നെ ആരൊക്കെയാണോ ഈ സെക്ഷൻ 87B അപ്ലൈ ചെയ്തിട്ടുള്ളത്, ഈ ആൾക്കാരും എന്ത് ചെയ്യണ്ട, അപ്പിയർ ചെയ്യണ്ട. അതായത് 87B എന്ന് പറയുന്നത് സ്റ്റേറ്റിനെതിരെ കേസ് കൊടുക്കുന്ന ആ ഒരു സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെയാണ്. അപ്പൊ ഇവർക്കൊക്കെ പേഴ്സണലി എന്ന് വെച്ചാൽ ഇതാവണ്ട, അവിടെ എന്താണ് പ്രസന്റ് ആവണ്ട. പക്ഷെ അവർക്ക് എന്താണ്, അവരുടെ റെപ്രസെന്റേറ്റീവ്സ് കാണും, ലോയേഴ്സ് കാണും, അവർ വഴി എന്ത് ചെയ്യും, കേസ് നടക്കും. ഇതാണ് ഈ അപ്പിയറൻസ് ആൻഡ് നോൺ അപ്പിയറൻസ് എന്ന് പറയുന്ന ആ സാധനത്തിന്റെ അകത്ത് വരുന്നത്. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനി കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു.